ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 350. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 7 അനുവാകം 7 സൂക്തം 79. ഇതിലെ ദേവത അമാവാസിയാണ്. അമാവാസി പൗർണമി, കറുത്തവാവും വെളുത്തവാവും. അപ്പം ഈ കറുത്തവാവും വെളുത്തവാവിൻ്റെ എന്താണ്? നമ്മളിപ്പം കറുത്തവാവ് മോശം എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. ഒന്ന് എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, കറുത്തവാവും വെളുത്തവാവും. വേരിയേഷൻ ഉണ്ട്. എന്താണ് പ്രത്യേകത? കറുത്തവാവില് സൂര്യൻ്റെ കൂടെയായിരിക്കും ചന്ദ്രൻ. അപ്പം സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹത്തിന് ബലം നഷ്ടപ്പെട്ടു പോകും. അപ്പം ചന്ദ്രന് തീരെ ബലമില്ല എന്നാണ് ജ്യോതിഷപ്രകാരം കണക്കാക്കുന്നത് കറുത്തവാവിന്. വെളുത്തവാവിന് സൂര്യനിൽ നിന്ന് ദൂരെ നിൽക്കുന്നുണ്ട്, നല്ല ബലമുണ്ട്. അപ്പം ഇതിൻ്റെ ഇടക്ക് ബലം വേരി ചെയ്യും. അങ്ങനെ വേരി ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ വ്യത്യസ്തതരമായ പല സംഭവവികാസങ്ങൾ, പല വസ്തുക്കൾ പല രൂപത്തിൽ പല സ്വഭാവത്തിൽ കാണുന്നത്. നമുക്ക് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം മാറിക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് മേടം, ഇടവം എന്നീ മാസങ്ങൾ ഉണ്ടാകുന്നതും മഴ പെയ്യുന്ന, ചില കാലത്ത് മഴ, ചില കാലത്ത് തണുപ്പ്, ചില കാലത്ത് ഉഷ്ണം, ഇതെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ ഉണ്ടായതും. അതും പലതരം വ്യത്യസ്തതരമായ പൂക്കൾ, എന്തെല്ലാം തരം കാര്യങ്ങളാണ്. ഈ വ്യത്യസ്തതക്ക് കാരണം ഈ വേരിയേഷനാണ്. സൂര്യനിൽ നിന്നുള്ള വേരിയേഷനാണ് നമ്മൾ ഋതുക്കൾ എന്ന് പറയുന്നത്. വസന്തം, ഗ്രീഷ്മം. അതിൻ്റെ അനുസരിച്ചാണ് ഭൂമികളിൽ പലതരം ചെടികൾ പല സീസൺസിലെല്ലാം ഉണ്ടാകുന്നത്, പൂക്കുന്നതും കായ്ക്കുന്നതും. അതുപോലെ തന്നെ ചന്ദ്രനിൽ നിന്നുള്ള വേരിയേഷനാണ് അമാവാസിയും പൗർണമി. അതിൻ്റെ ഇടക്ക് ചന്ദ്രൻ്റെ ബലം മധ്യമമാണ്, വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ജനിക്കുന്ന കുട്ടികളും ജീവജാലങ്ങളും എല്ലാം വ്യത്യസ്ത സ്വഭാവങ്ങളായിട്ട് കാണുന്നു. ഇത് രണ്ടും ആവശ്യമുണ്ട്. കാരണം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ മൈനസ് ആയാണെങ്കിൽ പ്രോട്ടോൺ പോസിറ്റീവാണ്. അതുകൊണ്ട് മൈനസ് മോശം, പ്ലസ് നല്ല, ആണും പെണ്ണും, ആണ് നല്ലെന്നോ പെണ്ണ് നല്ലെന്നോ അങ്ങനെയൊന്നും അർത്ഥമില്ല. രണ്ടും ആവശ്യമുണ്ട്, വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള. അതുകൊണ്ടാണ് വ്യത്യസ്തതരമായിട്ടുള്ള എല്ലാ പ്രകൃതി ഉണ്ടാകുന്നത്. ഇത്ര സുന്ദരമായ പച്ചപ്പൂവുണ്ട്, ചുവപ്പ് പൂവുണ്ട്, മഞ്ഞപ്പൂവുണ്ട്, എല്ലാ തരം പൂവുമുണ്ട്. നല്ല മധുരമുള്ള പലഹാരമുണ്ട്, കുളിക്കുന്നതുമുണ്ട്, ചവർക്കുന്നതുമുണ്ട്, എല്ലാ തരത്തിലുള്ളതുമുണ്ട്. കൈപ്പക്ക ടേസ്റ്റാണ്, അതിനൊരു പക്ഷെ അത് ശരീരത്തിന് ആവശ്യമാണ്. അപ്പം ഇങ്ങനെ വ്യത്യസ്തതക്ക് കാരണം ഈ വേരിയേഷനാണ്. അപ്പം അമാവാസിക്കും പങ്കുണ്ട്, പൗർണമിക്കും പങ്കുണ്ട്. നമ്മളിപ്പം ജാതകം നോക്കുമ്പോൾ പറയാം, അവൻ വെളുത്തവാവിൽ ജനിച്ചാണ്, നല്ലതാണ്, കൈവൻ കറുത്തവാവിലാണ്, ശരിയല്ല എന്നെല്ലാം പറയും. പക്ഷേ ഇതിനെല്ലാം അതിൻ്റേതായ സ്വഭാവവിശേഷങ്ങളുണ്ട്. എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വെളുത്തവനെ സൃഷ്ടിച്ചിട്ടുണ്ട്, കറുത്തവനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം കാരണം ഈ ചന്ദ്രൻ്റെ ബലത്തിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഇപ്പുറത്തറ്റമാണ് കറുത്തവാവെങ്കിൽ, മറ്റേത് അപ്പുറത്തറ്റമാണ് വെളുത്തവാവ്. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ മന്ത്രത്തിലേക്ക് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുവാകം 7 സൂക്തം 79. ഋഷി അഥർവൻ ദേവത അമാവാസ്യ ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ് യത് തേ ദേവ അകൃണ്വൻ ഭാഗധേയമാവാസ്തേ സംവസന്തോ മഹിത്വാ തേന നോ യജ്ഞം പിപൃഹി വിശ്വാരേ രയിം നോ ദേഹി സുഭഗേ സുവീരം അഹമേവാസ്മ്യമാവാസ്യ മാമാ വസന്തി സുകൃതോ മയി മേ മയി ദേവാ ഉഭയേ സാധ്യാശ്ചേന്ദ്രജ്യേഷ്ഠ സമഗച്ഛന്ത സർവേ ആഗൻ രാത്രോ സഗമനി വസൂനാമുർഭ പുഷ്ടം വസ്വാവേശയന്തി അമാവാസ്യായൈ ഹവിഷ വിധേമോർജം ദുഹാന പയസ ന ആഗൻ അമാവാസ്യേ ന
ത്വദേതാന്യന്യോ വിശ്വരൂപാണി പരിഭൂർജാന യത് കാമാസ്തേ ജൂഹമസ്തന്നോ അസ്തു വയം സ്യാമ സദയോ രയീണാം. ഭാവാർത്ഥം: ഏതൊരു ഹവിസാണോ ദേവതകൾ നൽകിയിരിക്കുന്നത്, അമാവാസിയെ നിന്റെ മഹത്വം കൊണ്ട് അത് സ്വീകരിച്ചിട്ട് ഞങ്ങളുടെ യജ്ഞം പൂർണ്ണമാക്കണേ. ശ്രേഷ്ഠപുത്രന്മാരാലും ധനത്താലുമൊക്കെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. സാധ്യസിദ്ധ നാമത്തിൽ അറിയപ്പെടുന്ന ഇന്ദ്രജ്യേഷ്ഠയും ഇന്ദ്രപ്രമുഖ ദേവതയും എന്നില് ചേർന്നിരിക്കുന്നുണ്ട്. അന്നത്തെയും ധനത്തെയും പുഷ്ടിപ്പെടുത്തി ഞങ്ങളെ ഐശ്വര്യമുള്ളവരാക്കണേ. അമാവാസ്യക്ക് ഞങ്ങൾ ഹവിസ് അർപ്പിക്കുന്നുണ്ട്. ദേവതകൾക്ക് പോലും നിങ്ങളില്ലാതെ സൃഷ്ടി നടത്തുവാൻ കഴിയുകയില്ല. എന്തൊക്കെ ആഗ്രഹങ്ങളാലാണോ ഞങ്ങൾ നിനക്ക് ഹവിസ് അർപ്പിക്കുന്നത്, ആ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കിയിട്ട് ഞങ്ങളെ സമ്പൽ സമൃദ്ധമാ. അമാവാസിയോട് പറയുകയാണ്, നിന്റെ മഹത്വം കൊണ്ടാണ്, ഈ അമാവാസി ഉള്ളത് കൊണ്ടാണ്, മഹത്വമുള്ളത് കൊണ്ടാണ്, ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചമുണ്ടായത്. അല്ല പ്രോട്ടോൺ പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്. ഇതിലെ പെണ്ണുള്ളത് കൊണ്ടാണ് ഇവിടെ വംശം പെരുകുന്നത്. അല്ലാതെ പുരുഷൻ മാത്രമായിരുന്നുവെങ്കിലോ എല്ലാം നശിച്ചു പോകും. അപ്പം പ്രാധാന്യം പെണ്ണിനുണ്ട്. അതുപോലെ തന്നെ കർത്തവാവിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പം നിന്റെ മഹത്വം കൊണ്ടാണ് ദേവതകൾ നൽകിയ ഹവിസിനെ സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഹവിസുകൾ നൽകി യജ്ഞം ചെയ്യുന്നത്. ആ യജ്ഞത്തെ നീ പൂർണ്ണമാക്കുക. ഇവിടെ നടക്കുന്ന യജ്ഞങ്ങളെല്ലാം പൂർണ്ണമാകുന്നതിന് പിന്നിൽ ഈ ചന്ദ്രനിലുള്ള വേരിയേഷൻസ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കർത്താവിന് യജ്ഞം നടക്കുന്നില്ലേ, നല്ല മഴയായിരിക്കും ചിലപ്പോൾ. കർത്താവിനെല്ലാം മഴ പെയ്യുകയാണെങ്കിൽ ഭയങ്കര മഴയായിരിക്കും. ഇപ്പം മഴയുണ്ടാകുന്നതിന് പിന്നിൽ കർത്താവിന് വലിയ പങ്കുണ്ട്. ഇപ്പം വെളിച്ചമില്ലാത്ത സമയത്തും നമ്മൾ വിചാരിക്കും പകലാന്നല്ലത്. നല്ല ചിലവർക്ക് പകലാണ് വർക്ക് ചെയ്യാൻ നല്ലതെങ്കിൽ കള്ളന്മാർക്കെല്ലാം പ്രത്യേകിച്ച് രാത്രിയാണ് ഇഷ്ടം. കറുത്തവാണെങ്കിൽ വലിയ ആക്റ്റീവ് ആയിരിക്കും അവർ, കാരണം വെളിച്ചം തീരെയില്ലല്ലോ. അതേപോലെ നല്ലതുമുണ്ട്. മഴ, നല്ലോണം മഴ, കർത്തവാവിന് നല്ല മഴ കിട്ടും. അപ്പം കർത്തവാവിന് ഇവിടെ പല യജ്ഞങ്ങളും നടക്കുന്നുണ്ട്, നമ്മളറിയുന്നില്ല എന്നേ ഉള്ളൂ. കർത്തവാവൻ നമ്മളെ ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് യജ്ഞങ്ങൾ നടക്കുന്നത്. അപ്പം പല ദേവതകൾ നൽകിയ ഹവിസ്, കർത്തവാവിനും യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം മനുഷ്യരുണ്ടാകുന്നത് തന്നെ എപ്പോഴായിരിക്കാം, ചിലപ്പം കർത്തവാവിനായിരിക്കാം. നല്ല കർത്തവാവിൻ്റെ ദിവസമായിരിക്കാം കുട്ടികൾ ജനിക്കുന്നത്. കുട്ടികൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നതല്ല ഞാൻ പറയുന്നത്, അണ്ടവും ബീജവും യോജിക്കുന്നത് കർത്തവാവിനായിരിക്കാം. ആ കുട്ടികൾക്ക് പ്രത്യേക ഗുണവിശേഷങ്ങൾ ഉണ്ടാകാം. അത് ജനിക്കുന്നത് ചിലപ്പോൾ അതിലായിരിക്കാം, വെളുത്തവാവിനായിരിക്കാം. കുട്ടികൾ ഉണ്ടാകുന്നത് ചിലപ്പം കർത്തവാവിനാണെങ്കിൽ ജനിക്കുന്നത് വെളുത്തവാവിനായിരിക്കാം, അല്ലെങ്കിൽ കർത്തവാവിനായിരിക്കാം. അപ്പോൾ കർത്തവാവിന് ധർമ്മമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. കർത്താവിനെ നിസ്സാരമായിട്ട് കാണരുത്. അപ്പം നമ്മുടെ യജ്ഞം പൂർണ്ണമാക്കുവാന്ന് കർത്തവാവോട് പറയുകയാണ്. നിന്റെ അടിസ്ഥാന ദേവത എന്നിലും വസിക്കുന്നുണ്ട്. ആ ദേവത, കർത്തവാവിൻ്റെ ദേവത എന്നിലും ഉണ്ട്. എങ്ങനെയാണ് എന്നിലുള്ളത്? നമ്മളെ പിങ്കള എന്നീ നാഡികളിൽ കൂടി സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്നുണ്ട്. ആകാശത്തിലെ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലം അനുസരിച്ചാണ് തിഥികളെല്ലാം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ആകാശത്ത് നോക്കിയാൽ ചന്ദ്രൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി കൂടി വരുന്നതെന്ന് വെച്ചാൽ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലം, ഇവ സഞ്ചരിക്കുമ്പോഴുള്ള വ്യത്യാസം. അപ്പം അതിനനുസരിച്ച് നാഡികളിലൂടെ, പിങ്കള എന്നീ നാഡികളിലൂടെ ഈ സൂര്യചന്ദ്രന്മാരും സഞ്ചരിക്കുന്നുണ്ട്. കർത്തവാവുമ്പോൾ ആ സഞ്ചരിക്കുന്നത് ആ പിങ്കള നാഡിയുടെ അടിയിൽ വെച്ചിട്ട് നമ്മളെ ശരീരത്തിൻ്റെ താഴെ, നട്ടെല്ലിൻ്റെ താഴെ വെച്ചിട്ട് ഇവ തമ്മിൽ യോജിക്കും. എന്നിട്ട് കർത്തവാവ് കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന വ്യത്യസ്തമായി സഞ്ചരിച്ചിട്ട് വെളുത്തവാവിന് അങ്ങനെ എത്തും. അപ്പം സൈക്ലിക്കായിട്ട് നമ്മളെ പിങ്കള നാഡികളിലൂടെ ഈ സൂര്യനും ചന്ദ്രനും എല്ലാം സഞ്ചരിക്കുന്നുണ്ട്. അതാണ് അടിസ്ഥാന ദേവത. അപ്പോൾ അമാവാസി എവിടെയുണ്ട്? നമ്മളെ ശരീരത്തിലും സംഭവിക്കുന്നുണ്ട്, നാഡികളിൽ. അതെല്ലാം നമുക്ക് പിന്നീട് ആ വിഷയം വരുന്നിടത്ത് നമുക്ക് വിസ്തരിച്ച് കാണാം. പിങ്കളയൊന്നും
മോഡേൺ സയൻസിന് മനസ്സിലായിട്ടില്ല. അപ്പൊ അടിസ്ഥാന ദേവത എന്നിലും വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഇന്ദ്രാദി ദേവതകളും നമ്മളിലുണ്ട്. ഇന്ദ്രനാണല്ലോ എല്ലാ യജ്ഞവും ചെയ്യുന്നത്. ആ യജ്ഞം ചെയ്യുന്ന ദേവതകളും നമ്മളെ ഉള്ളിലുണ്ട്. നമ്മളെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ എല്ലാ യജ്ഞങ്ങളും പൂർത്തീകരിക്കുന്ന ഇന്ദ്രനാണ്. അതുപോലെയുള്ള ദേവതകളാണ്. അതും എന്തുണ്ട്, പലതരം യജ്ഞങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഇന്ദ്രനും നമ്മളെ ശരീരത്തിൽ ഉണ്ട്. അവർ ഈ അമാവാസി പൗർണമിയെല്ലാം അനുസരിച്ചാണ് യജ്ഞങ്ങൾ നമ്മളെ ശരീരത്തിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതുമെല്ലാം. അതും അവിടെ ചേരുന്നുണ്ട്. അവൾ അന്നത്താലും ധനത്താലും തന്നെ സമ്പന്നമാക്കണേ. നമുക്ക് അന്നം നൽകുന്നതിനാൽ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടാകുന്നതിന് കർത്തഭാവിന് വലിയ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. കർത്തഭാവിന് ഇവിടെ ചെടികൾ ഉണ്ടാകുന്നതിനും ഫലങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ എല്ലാം പിന്നിൽ കർത്തവാവിന് വലിയ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. കർത്തവാവ് മാത്രമല്ല, അടുത്തേല് വെളുത്തവാവിനും പറയും വലിയ പങ്കുണ്ട്. അത് നമുക്ക് ധനവും നൽകുന്നു. നമ്മളൊക്കെ യജ്ഞത്തിലെല്ലാം പ്രേരിപ്പിച്ചിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ യജ്ഞങ്ങളും കർത്തവാവും വെളുത്തവാവും എല്ലാം ഉള്ളത് കൊണ്ടാണ്, ആ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. നമ്മെ സമ്പന്നമാക്കണേ എന്ന് പറയുകയാണ്. നമുക്ക് ഐശ്വര്യം നൽകണേ. അപ്പം നമ്മുടെ കിട്ടുന്ന ഐശ്വര്യങ്ങളും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ അമാവാസിക്ക് നമ്മൾ ഹവിസ്സർപ്പിക്കുന്നു. അമാവാസിക്കും നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കർത്തവാവിന് യജ്ഞം ചെയ്യുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഹവിസ്സർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഉണ്ടാകുന്നതും കർത്തവാവിൽ ആയിരിക്കും. ചിലപ്പോൾ നല്ല കർത്തവാവിൻ്റെ ദിവസമായിരിക്കും ചിലപ്പോൾ അണ്ടവും ബീജവും എല്ലാം കൂടി ചേരുന്നത്. നമ്മൾ അർപ്പിക്കുന്ന ഹവിസ്സുകൾ കുട്ടികളായി മാറുന്നത്. നിങ്ങളില്ലാതെ ഒരു ദേവതകൾക്കും സൃഷ്ടി നടത്താനാവില്ല. അപ്പൊ ഇവിടെ നടക്കുന്ന സൃഷ്ടികൾ എന്തുകൊണ്ടാണ്? ഈ ചന്ദ്രന്റെ ബലം സീറോവിൽ നിന്നും അമാവാസിയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് പോകുന്ന ആ വേരിയേഷൻ അനുസരിച്ചാണ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്, പലതരം കർമ്മങ്ങൾ ഉണ്ടാകുന്നത്, അതെല്ലാം നടത്തപ്പെടുന്നത്. അല്ലാതെ സൂര്യനും ഭൂമിയും ഒരേ ഡിസ്റ്റൻസിൽ നിന്നിരുന്നെങ്കിൽ എപ്പോഴും ഒരേ സീസൺ ആയിരിക്കും, ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല. ജീവജാലങ്ങൾ ഉണ്ടാകുന്ന വേരിയേഷൻ വരണം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം വേരിയണം. അതുപോലെ സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം കൂടിയും കുറഞ്ഞും വരണം. കുറഞ്ഞു വരുമ്പോഴാണ് അമാവാസി. അവ തമ്മിലുള്ള അകലം കൂടുമ്പോഴാണ് പൗർണമി. ആ വ്യത്യസ്തമാണ് ഇവിടെ ദേവതകളെ കർമ്മം ചെയ്യാനെല്ലാം പ്രേരിപ്പിക്കുന്നത്. അപ്പം അമാവാസിയും പൗർണമിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അമാവാസി ഉണ്ടായിരുന്നില്ലെങ്കിൽ പൗർണമീൻ്റെ അടുത്ത മന്ത്രത്തിൽ പറയും ഇവിടെ ഒരു സൃഷ്ടികർമ്മവും നടക്കില്ലായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് ഞങ്ങളെ സമ്പന്നമാക്കുക. അതുകൊണ്ട് അതോട് പറയുകയാണ്, നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്നതിനും ഇവിടെ സമ്പന്നമാക്കുന്നതിനെല്ലാം പിന്നിൽ നീയാണ്. അമാവാസിക്കും കൂടി പങ്കുണ്ട്. നീ ഞങ്ങളെ സഹായിക്കുക. അത് അമാവാസിൻ്റെ മഹത്വം ജ്യോതിഷപരമായ ഒരു പരാമർശമായിട്ട് ഇതിനെ കണ്ടാൽ മതി.